ജി സുധാകരനോടുള്ള സിപിഎം അവഗണനയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പാർട്ടി അംഗം കൂടിയായ ഷീബ രാഗേഷിന്റെ വിമർശനം. ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമെന്നും അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകളിൽ ഒന്നാണെന്നും ഷീബ വ്യക്തമാക്കുന്നുണ്ട്. ആ പേര് പറഞ്ഞ് ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അതുവരെ വിളിച്ചു പറയാൻ പേടിയില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. സുധാകരനെ കുറ്റം പറയുന്നവർ നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നുവെന്നും അവർ വിമർശിക്കുന്നുണ്ട്. ജി സുധാകരനെ സിപിഎം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. സുധാകരന്റെ വീടിന് 1 കിലോമീറ്റർ അകലെയായിരുന്നു സമ്മേളനവേദി. ആലപ്പുഴയിൽ ഇതുവരെ നടന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പോലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. എന്നാൽ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന വാക്ക് താൻ പറഞ്ഞില്ല എന്നായിരുന്നു ജി സുധാകരന്റെ മറുപടി. അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞതെന്നും അത് പാടില്ല എന്നും സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ നൽകുന്നതൊന്നും വസ്തുതയല്ല എന്നും അന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ താൻ ഇല്ല എന്നും സൈഡ് ലൈൻ ചെയ്തതെന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പിന്നീട് വിവാദങ്ങൾക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ B ഗോപാലകൃഷ്ണനും സുധാകരനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. സുധാകരൻ CPM നേതൃത്വത്തിൽ നിന്ന് നിരന്തരം അവഗണന നേരിടുന്നുവെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു കോൺഗ്രസ് BJP നേതാക്കൾ അദ്ദേഹത്തെ നോട്ടമിട്ട് തുടങ്ങിയത്. എന്നാൽ CPMനോട് അതൃപ്തിയുണ്ടെന്ന് സുധാകരൻ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല എന്നും പാർട്ടി വിടുകില്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവരാരും രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നില്ല എന്നും പിന്നീട് വാദങ്ങൾ വന്നിരുന്നു. ശക്തമായ BJP വിരുദ്ധ നിലപാടുള്ള ആളാണ് സുധാകരൻ. എന്നിട്ടും തങ്ങളുടെ നയങ്ങളോട് പാതി അനുകൂലിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് BJP നേതാവായ B ഗോപാലകൃഷ്ണൻ അന്ന് അവകാശപ്പെട്ടത്. സുധാകരന്റെ വീടിന് സമീപം നടന്ന CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതാണ് അദ്ദേഹത്തോടുള്ള CPM നേതൃത്വത്തിന്റെ അവഗണന വ്യക്തമാക്കുന്ന അവസാനത്തെ സംഭവം. കുറെ കാലമായി പാർട്ടി പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുമില്ല. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ MLA ആയിരിക്കെ തുടക്കമിട്ട പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയ H സലാം MLA സുധാകരനെ പങ്കെടുപ്പിക്കാത്തത് പാർട്ടി പ്രവർത്തകരുടെ പോലും വിമർശനത്തിന് കാരണമാകുന്നുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് സുധാകരൻ പങ്കെടുത്ത പൊതുയോഗങ്ങൾ നടന്നത്. VS അച്യുതാനന്ദന്റെ ജന്മദിനാഘോഷം പ്രമാണിച്ചുകൊണ്ട് CPM സംഘടിപ്പിച്ച പരിപാടിയിലും സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. അന്ന് വൈകിട്ട് നാട്ടുകാരും സാധാരണ പാർട്ടി പ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തു. കേക്ക് മുറിച്ചാണ് അദ്ദേഹം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് സുധാകരനെ KC വേണുഗോപാൽ സന്ദർശിച്ചതോടെയാണ് മറ്റു പാർട്ടികൾ അദ്ദേഹത്തെ നോട്ടമിടുന്നു എന്ന ധാരണ പരന്നത്. കായംകുളത്ത് സുധാകരന് അനുകൂലമായ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു BJPയിൽ ചേർന്നിരുന്നതും വലിയ തിരിച്ചടിയായി. സുധാകരനടക്കം പാർട്ടിയിലെ അസംതൃപ്തർ BJPയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രനും സമാന അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു.